ഹലോ ആൻഡ് വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ കൊണ്ടാണ് കേട്ടോ സ്റ്റാർട്ടിങ്. ഇന്നത്തെ ദിവസം ഞാൻ കുറേ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു ദിവസമാണ്. എനിക്ക് ഇൻകം കിട്ടിയ ടൈം തൊട്ടേ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു മന്തിൽ എനിക്ക് വേണ്ട ആവശ്യങ്ങൾ എൻ്റെ വിഷൻ ബോർഡിൽ അതല്ലെങ്കിൽ എൻ്റെ ടു ഡു ലിസ്റ്റിൽ ക്ലബ് ചെയ്യും. അതിനുശേഷം എൻ്റെ കയ്യിൽ ഇൻകം ഉണ്ടാകുമ്പോൾ ഒരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് അതിനു വേണ്ടി മാറ്റി വയ്ക്കും. നമ്മൾ പലരും മറന്നു പോകുന്നൊരു കാര്യമാണല്ലേ നമുക്ക് വേണ്ടി നമ്മുടെ ഇടം അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ അത്തരം ചിന്തകളിൽ നിന്ന് കുറച്ച് നാളായി ഞാൻ വ്യതിചലിച്ച് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങിച്ചു വെക്കാറുണ്ട്. ഇനി അതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരു ബുക്കിൽ കുറിച്ച് വയ്ക്കും. അതൊക്കെ മനസ്സിലാഗ്രഹം തോന്നുമ്പോൾ തന്നെ ഒരു ബുക്കിൽ കുറിച്ച് വെക്കും. ആ ആഗ്രഹം അങ്ങനെ വളർത്തിക്കൊണ്ടുവരും. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ എന്നെ കൂടുതൽ നയിച്ചത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. എനിക്കത് വാങ്ങണം, എനിക്കൊരാളെ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് നേടിയെടുക്കണം എന്നൊക്കെയുള്ള തോന്നൽ ഒരാളിൽ വ്യക്തിപരമായി ഒത്തിരി മാറ്റങ്ങൾ കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് ഒന്നൊരു കോസ്മെറ്റിക് ഐറ്റമാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങുന്ന കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ സെൽഫ് ഫണ്ടാണ് എന്നോർക്കുമ്പോൾ മറുവശത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ, ഒരാളുടെ സപ്പോർട്ടോടുകൂടി തന്നെ ഞാനിതെല്ലാം വാങ്ങുന്നതാണ്. എന്നെ വളരാൻ അനുവദിക്കുന്നതും ഞാൻ വളരുന്നതും ആ ഒരാളുടെ കീൻ സപ്പോർട്ട് കൊണ്ടും ഒക്കെയാണ് കേട്ടോ ഞാൻ എല്ലാം നേടിയെടുക്കുന്നത്. ഞാൻ എന്തൊരാഗ്രഹത്തിന് വേണ്ടി പറയുമ്പോഴും ആദ്യം ഞാനതൊന്ന് കുറിച്ചിടും, പിന്നെ അതിനെപ്പറ്റി ആലോചിക്കും, പിന്നെ ഞങ്ങളത് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം മാത്രമാണ് അതിൻ്റെ പുറകെ പോകാറുള്ളത്. അപ്പോൾ ഇന്ന് വാങ്ങിക്കുന്നത് ഒത്തിരി നാളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു റിംഗ് ലൈറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി വീഡിയോസ് ഒന്നും ഇട്ടില്ലെങ്കിലും റിംഗ് ലൈറ്റ് വെച്ച് ക്ലാസ് എടുക്കുക. ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. എനിക്ക് ഓൺലൈൻ എംബ്രേഡ് സ്റ്റുഡൻസ് ഉണ്ട് ട്യൂഷനായിട്ട്. അപ്പോൾ ഇതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രൈപ്പോഡ് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന 2 ട്രൈപ്പോഡുണ്ട്. എന്നാലും ഈ ട്രൈപ്പോഡ് അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ എനിക്ക് എന്ത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അതിനോടൊക്കെ ഇത്ര ഭ്രമം വരാൻ എന്താ കാരണം എന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെയാണ് എൻ്റെ ക്രേസ്. ഇതിനൊക്കെ വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ട്യൂഷന് വന്ന കുട്ടിയായിട്ട് ഞാൻ അവളെ ഇരുത്തി പഠിപ്പിക്കുന്നതിന് മുന്നേ ഒരു ബ്രേക്ക് എടുത്തിട്ട് വന്നു, നമുക്കിതിൻ്റെ റിവ്യൂ നോക്കാമെന്ന് പറഞ്ഞു. റിവ്യൂ നോക്കുന്നതാണ് കേട്ടോ. എന്തായാലും വാങ്ങിച്ച 2 പ്രോഡക്റ്റും വർത്ത് ആയിട്ടുണ്ട്. ആൻഡ് എൻ്റെ സ്പേസിൽ ഞാൻ ഹാപ്പി ആയിട്ടുണ്ട്. ആൻഡ് ഇനി ഇതുപോലെ വീഡിയോ ആയിട്ട് നമ്മൾ വരും. താങ്ക് യു.